ഓ ആ റിച്ചാർഡ് പുതിയ കാർ മേടിച്ചെന്നോ വീണ്ടും അവൻ്റെയൊക്കെ അയ്യോ. പുള്ളിക്കൊക്കെ മേടിക്കില്ല, പുള്ളിക്കൊക്കെ കാശ് എന്തോരമുള്ള. അച്ഛേ, ഞാൻ ഇന്നലെ പോലെ ഒരു കാര്യം ചോദിക്കണമെന്ന് ഓർത്താ മറന്നുപോയി. നമ്മൾ ഇന്നലെ ആ ബർത്ത്ഡേ പാർട്ടിക്ക് പോയില്ലേ? അന്നപ്പോ തോമാച്ചാനും മോളു ചേച്ചിയും വന്നായിരുന്നല്ലോ. അവരുടെ ഫേസ് ശ്രദ്ധിച്ചായിരുന്നോ? അവർ രണ്ടുപേരും വന്നിട്ടുണ്ടല്ലോ അച്ഛാ. ഒരു മൂലക്ക് ഇരുന്നു, ആരോടും ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ശ്രദ്ധിച്ചില്ലായിരുന്നോ? അവർ രണ്ടുപേരുടെ മുഖം ഉണ്ടല്ലോ കടന്നിൽ കുത്തി പോലെ ഇരുന്നേ. ശരിയാ. അതെന്നാ അച്ഛാ? എടി അതെന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തോമാച്ചായൻ ആംസ്റ്റർഡാമിന് ഒരു ഹോളിഡേ ബുക്ക് ചെയ്തു. അത് മോളി ചേച്ചിയോട് ചോദിച്ചില്ല, പുള്ളിക്കാരോട് ചോദിക്കാതെ പുള്ളി ഒരു ഹോളിഡേ അങ്ങ് ബുക്ക് ചെയ്തു. അപ്പൊ അതാണ് പ്രശ്നം. ഓ, അതാണ് ഇത്ര വലിയ കാര്യം. ആ പുള്ളി 7 ദിവസം ജോലിക്ക് പോകുന്നുണ്ട്, ഒരു ദിവസം പോലും പുള്ളി ലീവ് എടുക്കാറില്ല. ഇത്രോ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ കുറച്ചു നാളത്തേക്ക് ഒരു ഹോളിഡേക്ക് പോയ പുള്ളിക്കാരത്തേക്ക് തന്നെ എത്ര ബുദ്ധിമുട്ട്. എന്നെയാണ് ഓരോരുത്തരും ഓരോ രീതിയല്ലേ. പുള്ളിക്കാരി അങ്ങനെ ഒരു സ്വഭാവ എന്നെ ചെയ്യാൻ പറ്റും. അല്ലേലും ഉണ്ടല്ലോ, ഈ ആണുങ്ങളെ കൂടുതൽ കൺട്രോൾ ചെയ്യാതിരിക്കുന്നത് നല്ലത് അല്ലേ? അവരവരുടെ വഴിക്ക് അങ്ങോട്ട്. നീ വേഗം വണ്ടി എടുക്ക്, എനിക്ക് ഒത്തിരി സാധനങ്ങൾ മേടിക്കാനുണ്ട്. അതെ, നമ്മൾ ഇന്നലല്ലേ ഷോപ്പിംഗ് ചെയ്ത്, ഇനി തന്നെ മേടിക്കാനാ? എനിക്ക് കുറച്ച് പെർഫ്യൂമും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടെന്നേ. പെർഫ്യൂമോ? ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, നമ്മുടെ ബെഡ്റൂമിൽ ഒരു ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അച്ചായി. എന്നോട് പറയാതെ എവിടെയെങ്കിലും നമുക്ക് വേണ്ടി ഹോളിഡേ ബുക്ക് ചെയ്തിട്ടുണ്ടോ? നമ്മളല്ലടി, എന്റെ കൂടെ അല്ലേ തോമച്ചായ ഹോളിഡേക്ക് പോന്നെ. ആംസ്റ്റർഡാമിൽ പോവാന്നേ. ചുമ്മാ ഒരു രസം. വണ്ടി എടുക്കടി. എടുക്ക്. ഭർത്താക്കന്മാരെ അവരുടെ രീതിക്ക് അങ്ങ് വിടുക, അതാണ് അതിന്റെ ഒരു രീതി. വണ്ടി എടുക്ക്. ഞാൻ റിച്ചാർഡിന്റെ പോലത്തെ ഒരു വണ്ടിയും കൂടെ മേടിക്കണം. ഷോപ്പിങ്ങിന് കൊണ്ടുപോട്ടോ, പെർഫ്യൂം മേടിച്ചു തരാം.